ഹൗ ടു ബിക്കം സ്ട്രെസ്ലെസ് ഇൻ വർക്ക് പ്ലേസ്. ഇതാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം. നമുക്കറിയാൻ സാധിക്കും, പല രീതിയിൽ പല ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പൊ ചിലർ എഞ്ചിനീയറിംഗ് ഫീൽഡ് ആവാം, ഡോക്ടേഴ്സ് ആവാം, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആവാം, അല്ലെങ്കിൽ ഓഫീസ് സ്റ്റാഫുകളാവാം. പല രീതിയിലുള്ള വർക്ക് ഏരിയകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. എല്ലാവർക്കും വർക്ക് പ്ലേസിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, ടെൻഷനുകൾ, സ്ട്രെസ്സുകൾ, ഹൈ റെസ്പോൺസിബിലിറ്റി ഉള്ള പൊസിഷനുകൾ എല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വർക്ക് പ്ലേസ് സ്ട്രെസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എൻ്റെ പേര് ഷാലിഖ് മുഹമ്മദ്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൂടുതൽ പരിചയപ്പെടുത്താം. ഒരു കാര്യം സംസാരിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ കമ്പനിയിൽ ഞാനൊരു കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഏകദേശം 17 കൊല്ലത്തോളായിട്ട് സൈക്കോളജിസ്റ്റും കൂടിയാണ്. എൻ്റെ കമ്പനിയിൽ ഒരാള് ഭയങ്കരമായിട്ട് ടെൻസ്ഡായി, ഭയങ്കര അയാൾക്ക് കുറേ പ്രശ്നങ്ങൾ, അതായത് ഹെൽത്ത് ഇഷ്യൂസ്, അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ, കുറേ പ്രയാസങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനായിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പൊ അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചാൽ ഒരുപാട് വർക്കുകൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തിന് വർക്കുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പല പല റെസ്പോൺസിബിലിറ്റി വർക്കുകൾ, പല ഏരിയയിൽ നിന്ന് ടാസ്കുകൾ വരുന്നുണ്ട്. പലതും അയാൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട്. എങ്കിലും ഏതെങ്കിലും ഒന്ന് മിസ്സായാൽ അയാള് ചീത്ത കേൾക്കേണ്ടി വരുന്ന അവസ്ഥ, അല്ലെങ്കിൽ അയാള് പെർഫോമൻസ് അല്ല എന്നൊക്കെ ആളുകൾ പറയുന്ന അവസ്ഥ. അത്തരം ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലൂടെ അയാൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം ഞാനോട് സംസാരിക്കുകയും ഞാൻ സംസാരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു. ആദ്യമായിട്ട് അയാളോട് പറഞ്ഞത്, നമ്മൾ ഈ വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഒരു എൻഡ് ഓഫ് ദ ലൈഫ് എന്നുള്ള രീതിയിലേക്ക് ചിന്തിച്ചുകൊണ്ട് ഒരുപാട് ചിന്തകളാണ് മനസ്സിൽ. ഒരുപാട് ചിന്തകൾ മാത്രമാണ് ആൾക്ക് സ്ട്രെസ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു പോസിറ്റീവ് വേയിൽ എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞു കൊടുത്തത്. ഫസ്റ്റ് അദ്ദേഹത്തിനോട് പറഞ്ഞത്, നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ ടാസ്കുകളും കൃത്യമായി ലിസ്റ്റ് ചെയ്യുക. ലിസ്റ്റ് ചെയ്ത ശേഷം അത് നിങ്ങൾക്ക് ഈ സമയത്തിനുള്ളിൽ തീർക്കാൻ പറ്റുന്നതാണോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് ആ ഓരോ ടാസ്കുകൾ കൃത്യമായിട്ട് നമ്മൾ പ്രയോറിറ്റി അനുസരിച്ച് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു. അതിനുശേഷം ആ കപ്പാസിറ്റിക്ക് കൂടുതൽ ഒരു ടാസ്ക് വരികയാണെങ്കിൽ കൃത്യമായിട്ട് നല്ല രീതിയിൽ നോ പറയാനും അടുത്ത ദിവസത്തേക്ക് മാറ്റാം എന്നുള്ള രീതിയിൽ വേറൊരാളോട് പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാനുമുള്ള ഒരു കപ്പാസിറ്റി, അതിൻ്റെ ഐഡിയാസ് എല്ലാം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയും ആ ടാസ്കിനിടയിൽ എല്ലാ കാര്യങ്ങളും, അതായത് നമ്മൾ ഓഫീസിലെ വർക്ക് കൂടാതെ തന്നെ വെള്ളം കുടിക്കാൻ പോകുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, ഫാമിലി ടൈമിങ് എല്ലാം ചാർട്ട് ചെയ്യാൻ പറഞ്ഞു. കുറച്ച് ദിവസത്തേക്ക് അങ്ങനെ പോയിട്ട് ആ ഒരു എങ്ങനെയാണ് നോക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അദ്ദേഹം ആ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യുകയും കൃത്യമായി ഓരോ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്ത് പ്രയോറിറ്റി അനുസരിച്ച് ഈ കാര്യങ്ങൾ ചിട്ട അനുസരിച്ച് കറക്റ്റായിട്ട് ചെയ്യുകയും ഓരോ കാര്യം കഴിയുമ്പോഴും ടിക്കറ്റ് കൃത്യമായ രീതിയിൽ വന്നപ്പം ഒരു ചെറിയ ഡിസിപ്ലിൻ വന്നു. മറ്റേത് ഡിസിപ്ലിൻ ഇല്ലാതെ വർക്കിലിരുന്നാണെങ്കിൽ വർക്ക് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ടോയ്ലറ്റിൽ പോകാനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നും സമയം കണ്ടെത്തിയിട്ടില്ല. ലിസ്റ്റ് അനുസരിച്ച് കറക്റ്റായിട്ട് കുറച്ച് ദിവസം പോയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പം കുറച്ച് വ്യത്യാസങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ പുള്ളിക്ക് കുറച്ച് റിലാക്സേഷൻ ടെക്നിക്കുകളും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് എക്സസൈസ്, അതുപോലെ തന്നെ കുറച്ച് മെഡിറ്റേഷൻ പോലത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ പറഞ്ഞു ആ ലിസ്റ്റിൽ. അദ്ദേഹം അത് ഉൾപ്പെടുത്തി കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒരു സമാധാനം കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാ കാര്യത്തെക്കുറിച്ചും നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ അദ്ദേഹത്തിനോട് ഓരോ കാര്യങ്ങളിലും നമ്മൾക്കുണ്ടാവും, അയാൾ ഇത് ഉദ്ദേശിച്ചിട്ടാണ് എനിക്ക് തന്നത്, അല്ലെങ്കിൽ എനിക്ക് അവന്റെ അത്രയും കപ്പാസിറ്റി ഇല്ല, അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ പറയുന്നത്. ഇതെല്ലാം നിർത്തിക്കൊണ്ട് നിനക്ക് എന്ത് പോസിറ്റീവായിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റും, കമ്പനി എക്സ്പെക്ട് ചെയ്തത് എന്ത് നിനക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും, വളരെ ഉത്തരവാദിത്തത്തോടു കൂടി വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കാണുവാൻ വേണ്ടിയിട്ടും അദ്ദേഹത്തിന് ട്രെയിനിങ് കൊടുക്കുകയും ഇങ്ങനെ പതിയെ പതിയെ ഈ ഒരു നല്ല ഇമ്പ്രൂവ്മെന്റ് ഉള്ള ഒരവസ്ഥയിലേക്ക് വരികയും ചെയ്തു. ഇതിലേക്ക് ഒരുപാട് കാര്യങ്ങൾ, ഇത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് കൂടുതൽ ഡീറ്റെയിലേക്ക് വരാം. അപ്പം ഇങ്ങനെയൊക്കെയാണ് സ്ട്രെസ്സിന്റെ കുറെ ഉത്ഭവങ്ങളും ഇങ്ങനെയൊക്കെ ചില രീതിയിലൊക്കെ അത് പരിഹരിക്കാവുന്നതും. പിന്നെ നമുക്ക് നെഗറ്റിവിറ്റി ഉള്ള ആളുകളിൽ നിന്ന് തീർച്ചയായിട്ടും അകന്ന് നിൽക്കേണ്ടിയൊക്കെ വരും. കാരണം ഒരു കമ്പനിയിൽ പല ടൈപ്പ് ആളുകൾ ഉണ്ടാവാം. അവരോട് നമ്മൾ
നെഗറ്റിവിറ്റിയുള്ള ആളോട് ഫൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ സംസാരം കേൾക്കാനോ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് മാറി നിന്നുകൊണ്ട് ഒരു പോസിറ്റീവായ രീതിയിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് കുറച്ചും കൂടെ ഒരു ഒരു ഇത് കിട്ടും. മനസ്സിലെ സ്ട്രെസ്സും ടെൻഷനൊക്കെ കുറഞ്ഞ് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഞാനൊരു ചുരുക്കം പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്ലൈഡുകളിലേക്ക് പോവാം. എന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. എൻ്റെ പേര് ഷാലിഖ് മുഹമ്മദ്. ഞാൻ ഒരു 17 വർഷത്തോളായിട്ട് കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. IT സെക്ടറാണ്, പക്ഷെ സൈക്കോളജി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. സൈക്കോളജിസ്റ്റ്, ഹിപ്നോട്ടിസം മേഖലയിലൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. മൈൻഡ് ലൂം എന്ന് പറഞ്ഞിട്ട് ഒരു ഇതിന്റെ പാർട്ടായിട്ടുകൊണ്ട് തന്നെ ഞാനിപ്പം സൈക്കോളജി ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സ്ലൈഡുകളിലേക്ക് പോവാം. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെന്റൽ ടെൻഷൻ അല്ലെങ്കിൽ മെന്റൽ ഡിസ്കംഫേർട്ട് കോസ്ഡ് ബൈ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. അതായത് ഒരു ഡിസ്കംഫേർട്ട് നമുക്ക് ഫീൽ ചെയ്യണം. മെന്റൽ ടെൻഷൻ ആണ് ഇനീഷ്യലി. അതായത് ഇവിടെ ഉണ്ടോന്ന് വെച്ചാൽ ഈ സ്ഥലത്തുണ്ട്, പക്ഷെ മൈൻഡ് ഒരിക്കലും ആബ്സെന്റ് ആയിട്ടാണ് കിടക്കുന്നത്. മൈൻഡ് പ്രസന്റ് അല്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കാര്യങ്ങളുമായിട്ട് അദ്ദേഹത്തിന് ഡെയിലി ഉള്ള ആവശ്യങ്ങളായിട്ട് അദ്ദേഹത്തിന് പൊരുത്തപ്പെട്ടു പോകാൻ അല്ലെങ്കിൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അൺഏബിൾ ടു കോപ്പ് വിത്ത് ഡിമാൻഡ്സ് ആണ്. സൈക്കോളജിക്കൽ സ്ട്രെസ്സേഴ്സ് ശരിക്കും എന്തൊക്കെയായിരിക്കാം? വർക്കിന്റെ ഭാഗത്തുനിന്ന് വരാം. ഞാൻ വർക്ക് പ്ലേസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്, പക്ഷെ അല്ലെങ്കിലും വർക്കിന്റെ ഭാഗത്തുനിന്ന് വരാം, സാമ്പത്തികമായ ഭാഗത്തുനിന്ന് വരാം. സാമ്പത്തികമായ ഭാഗത്തുനിന്ന് വരുന്നതും ചിലപ്പോൾ വർക്കിനെ അഫക്റ്റ് ചെയ്യും. ലൈഫിൽ ചേഞ്ച് കൊണ്ടുവരുന്നതും നമ്മളെ ജോലി സ്ഥലത്ത് അഫക്റ്റ് ചെയ്യും. ലോൺലിനെസ് ചിലപ്പോൾ ജോലി സ്ഥലത്ത് ഒരുപാട് അഫക്റ്റ് ചെയ്തോളന്നില്ല, പക്ഷെ ജോലി സ്ഥലത്ത് വരുമ്പോൾ കുറെ ആളുകളൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് പോകും. റിലേഷൻഷിപ്പിലെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അഫക്റ്റ് ചെയ്യാം. ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അഫക്റ്റ് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് വരാം, ഇത് വരാം. അതിപ്പോ ഇനിയിപ്പോ എക്സാമ്പിൾ പറഞ്ഞ് സമയം കളയേണ്ടതില്ല. സാമ്പത്തികം കുറവാണെങ്കിലും ടെൻഷൻ വരാം. ചെലവുകൾ, കാര്യങ്ങൾ, ജീവിതത്തിലെ മാറ്റങ്ങൾ. ചിലപ്പം ജീവിച്ചു പോകുന്ന ഒരു ചുറ്റുപാടിൽ നിന്ന് മാറി വേറെ സ്ഥലത്തേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ. പിന്നെ എന്തെങ്കിലും റിലേഷൻഷിപ്പിൽ, സംസാരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ വന്നാലൊക്കെ സ്ട്രെസ് ഫോം ചെയ്യാം. മെയിനായിട്ട് വർക്ക് പ്ലേസ് സ്ട്രെസ് വരുന്നത് റിക്വയർമെന്റ് ഓഫ് ദ ജോബ് ഡു നോട്ട് മാച്ച് ദ കാപ്പബിലിറ്റീസ്. അങ്ങനെയാവാം. അല്ലാതെ കാപ്പബിലിറ്റി ആയിട്ട് ജോബിന്റെ റിക്വയർമെന്റ് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. നേരെ തിരിച്ചും വരാം. കാപ്പബിളായ ആൾക്ക് ഓവറായിട്ടുള്ള റിക്വയർമെന്റ്സ് കൊടുക്കുമ്പോഴും സ്ട്രെസ് വരാനുള്ള സാധ്യതയുണ്ട്. അതിൽ ലോ സാലറീസ് വരാം, എക്സസീവ് വർക്ക് ലോഡ് കൊണ്ടുവരാം. പിന്നെ ഗ്രോത്തിന് ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നുള്ള അയാൾക്ക് തന്നെ ഒരു നെഗറ്റീവ് തോട്ട്സ് ഉണ്ടായി കഴിഞ്ഞാൽ, നമ്മൾ കുറെ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവുമല്ലോ, അതാണ് കൂടുതൽ ഇതിലേക്ക് വരാനുള്ള കൂടുതൽ കാരണങ്ങൾ. അല്ലെങ്കിൽ വർക്ക് ഒരു മടുത്ത വർക്ക്, അതായത് ഇങ്ങനെ ഒരേ കാര്യം ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട്, അവിടെ ഒറ്റപ്പെടുത്തല്, കമ്പനിക്കകത്ത് എല്ലാവരുമായിട്ടുള്ളൊരു ഇതില്ല. നമുക്ക് ജോബ് റിലേറ്റഡ് ഡിസിഷൻസിൽ ഒരു കൺട്രോൾ ഇല്ല. നമ്മൾ എന്ത് ചെയ്താലും അപ്പൊ നീ എന്തിനാ അങ്ങനെ ഇത്, അങ്ങനെയല്ലേ ചെയ്യേണ്ടത് എന്നുള്ള സംസാരങ്ങള്, കോൺഫ്ലിക്റ്റിങ്. ഇപ്പം ബോസ് ഉദ്ദേശിച്ചത് വേറെ ഒന്നായിരിക്കാം, മാനേജർ ഉദ്ദേശിച്ച വേറെ കാര്യമായിരിക്കും നമ്മൾ ചെയ്യുന്നത് പറയാൻ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കൊണ്ട് നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മെയിൻലി എന്തൊക്കെയായിരിക്കും കാരണങ്ങള്? ജോബ് മെയിൻ റീസൺ എന്താ പറയുക, ചിലപ്പം ആ ജോബും അടുത്തിട്ടുണ്ടാവാം അൺസാറ്റിസ്ഫൈഡ്, നോട്ട് കണ്ടന്റഡ് വിത്ത് ദ ജോബ്. സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതിരിക്കാം. നമുക്ക് പാഷനേറ്റ് അല്ലാത്ത, നമ്മള് വെറും കാശ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു കാര്യം അതിനകത്ത് ഉണ്ടാവും. ഒന്നാമതായിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക. നമുക്ക് താല്പര്യമുള്ള ഫീൽഡ് തന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഒരു ഫസ്റ്റ് വൺ. പിന്നെ ആങ്സൈറ്റീസ് ഉണ്ടാവാം. അതായത് നമുക്കിങ്ങനെ ഒരു പേടി, അതുപോലെ തന്നെ തോൽക്കോ അല്ലെങ്കിൽ വർക്ക് ശരിയാവൂലേ, പെർഫെക്ഷൻ ആവൂലേ എന്നുള്ള തോന്നലുകളാണ്. മനസ്സിലിങ്ങനെ തോന്നലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ തോന്നലുകൾ കാരണങ്ങളുണ്ടാവും. പിന്നെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മളൊരു വർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചു, ബോസ് നമ്മളെ പറഞ്ഞു, അല്ലെങ്കിൽ നമ്മളെ ഒരു ഫാൾട്ട് വന്നു, അതിന്റെ കുറ്റബോധം, അയ്യോ അയ്യോ എന്നും പറഞ്ഞിട്ട് ഇത് നമുക്ക് പറ്റിയില്ലല്ലോ, അത് എന്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു ഫാൾട്ടാണ്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു റിഗ്രറ്റ്സുകള്. അങ്ങനെ ഈ ജോലിക്ക് ഞാൻ ഒന്നിനും കൊള്ളാത്തവരാണ്. വർക്ക് ചിലപ്പം നമ്മളെ മറ്റു കാരണം കൊണ്ട് നമുക്ക് ഓവർലോഡഡ് ആയിട്ട് തോന്നാം, അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പർലി ഓർഗനൈസ്ഡ് അല്ലെങ്കിൽ ഓവർലോഡ് ആയിട്ട് തോന്നും. ഇത്രയും കാര്യങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് ഈ സ്ട്രെസ്സുകൾ കൂടിക്കൂടി വരും. ആദ്യം ചെറിയൊരു ടെൻഷൻ ആയിരിക്കും വരും. ഈ ടെൻഷൻ ഇങ്ങനെ കൂടിക്കൂടി വന്നിട്ട് പല രീതിയിലേക്കും വരും. അത് പിന്നെ മറ്റുള്ള നമ്മളെ എല്ലാ ഭാഗത്തോട്ടും അഫക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിങ്ങനെ ഡിപ്രഷനിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സാധ്യതകൾ വരും, സ്ട്രെസ് കൂടിക്കൂടി വന്നിട്ട്.
ഡിപ്രഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ്, ഉറക്കമില്ലായ്മ, ആരോഗ്യത്തിന്റെ പ്രശ്നങ്ങളെല്ലാം വരും. പിന്നെ എല്ലാം മൈൻഡ് കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഭാഗങ്ങളെ അഫക്റ്റ് ചെയ്യും. അപ്പൊ ഇതിന്റെ സൈൻ വരുമ്പോ തന്നെ നമ്മൾ അത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ അതിനെ ഓർഗനൈസ് ചെയ്ത് അല്ലെങ്കിൽ ഒരാളെ കൺസൾട്ട് ചെയ്ത് ഇതിനൊന്ന് ശരിയാക്കി എടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത് വേറെ വല്ല പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ട്. ഫിസിക്കലായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസിലേക്ക് വരെ പോകാനുള്ള സാധ്യതകളുണ്ട്. ഇതിന്റെ ഒരു ചില ലക്ഷണങ്ങൾ നമുക്ക് തുടക്കത്തിൽ കണ്ടു തുടങ്ങും. എന്തൊക്കെയായിരിക്കും അത്? നിങ്ങൾ ജോലിയില്ലാത്തപ്പോൾ ജോലിയെ കുറിച്ച് ചിന്തിക്കുക നിർത്താൻ കഴിയുന്നില്ല. അതെന്താ വെച്ചാൽ ജോലിയില്ലാത്തപ്പോഴും നമുക്ക് ഇങ്ങനെ അതെന്തായിരിക്കും, നാളെ മറ്റേ എന്താ ചെയ്യുക, അങ്ങനെ ഫാമിലിയിൽ ഇരിക്കുമ്പോഴും വൈഫിന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ, കുട്ടികളെ മുന്നിൽ ഇരിക്കുമ്പോൾ ഇത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഇതിനെ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക, ഇത് തന്നെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക മൊബൈലില്. ജോലിയും ജീവിതവും തമ്മിലുള്ള ബൗണ്ടറി കൃത്യമായിട്ടൊന്നും കിട്ടൂല. അങ്ങനത്തെ ആൾക്കാർക്ക് ഇതിന്റെ ഒരു ബേൺ ഔട്ട് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ജോലിയുടെ അകത്തും പുറത്തും കഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ സഹപ്രവർത്തകരോട് എളുപ്പത്തിൽ പ്രകോപിതരാവാം. പ്രിയപ്പെട്ടവരുമായി അകന്നിരിക്കാം. ജോലിയുടെ അകത്തും പുറത്തും നമുക്ക് ഭയങ്കര പ്രയാസങ്ങൾ വരും. മറ്റുള്ളവരോട് പെട്ടെന്ന് ദേഷ്യം വരാം, വീട്ടില് ദേഷ്യം പ്രകടിപ്പിക്കുക, അങ്ങനെ കുറെ കാര്യങ്ങൾ. ഇനി സ്ട്രെസ്സിലാണെങ്കിൽ അവസാനം എന്താ സംഭവിക്കുന്നത്? വിട്ടുമാറാത്ത സമ്മർദ്ദവും ജോലി സംബന്ധമായ സമ്മർദ്ദവും കാരണം ശാരീരികവും മാനസികവും വൈകാരികമായ ക്ഷീണം അനുഭവപ്പെടുന്നു. ഹെൽത്ത് ഇഷ്യൂസ്, ക്ഷീണങ്ങൾ അനുഭവപ്പെടുക, അങ്ങനത്തെ പ്രയാസങ്ങൾ എല്ലാം നമുക്ക് ഉണ്ടാവും. അത് പ്രധാനമായിട്ട് ഒരു കേസാണ്. സെൽഫ് കെയർ കുറയുക, വ്യായാമം, ഉറക്കമുണ്ടാതിരിക്കുക, ഒഴിവ് സമയങ്ങളിൽ പരിചരണ പ്രവർത്തനങ്ങൾ മുൻഗണന നൽകുന്നതിന് പരാജയപ്പെടുന്നു. ശാരീരികവും മാനസികവും ആരോഗ്യം വഷളാകുന്നതിന് കാരണമാകുന്നു. അങ്ങനെ വന്ന് നമ്മളെ ആരോഗ്യത്തിന് അത് ബാധിക്കും. ജോലി സംബന്ധമായ പ്രതിബദ്ധത കാരണം കുടുംബവുമായും സുഹൃത്തുക്കളുമായും പ്രിയപ്പെട്ടവരുമായി ആരോഗ്യകരമായ ബന്ധം നിലനിർത്താൻ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു. കാരണം ജോലി പ്രശ്നങ്ങൾ കാരണം നമുക്ക് എവിടെയും പോകാൻ പറ്റില്ല, ബന്ധങ്ങൾ പുലർത്താൻ സാധിക്കില്ല, പല ഫംഗ്ഷനുകളും മിസ് ചെയ്യുന്നു. അങ്ങനെ അവരുമായിട്ട് ദേഷ്യങ്ങളും അകൽച്ചകളും ഉണ്ടാകുന്നു. അങ്ങനെ വീണ്ടും ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇതിലേക്കായിരിക്കും എൻ്റർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇഫ് യു ആർ നോട്ട് ഡിസൈൻ യുവർ ലൈഫ്, സമ്മൺ വിൽ ഡിസൈൻ ഇറ്റ് ഫോർ യു, ദാറ്റ് മേ നോട്ട് ഫിറ്റ് ഫോർ യു എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ജീവിതം നമ്മൾ തന്നെ പഠിത്ത് നമ്മൾ അതിന് കൃത്യമായ ഒരു വീക്ഷണത്തിലോ കൃത്യമായ രീതിയിലൂടെ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ വേറൊരാൾ നമ്മളെങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അത് നമുക്ക് പറ്റാത്ത വഴികളായിരിക്കും. അങ്ങനെ അവഗണിക്കപ്പെട്ട വ്യക്തി ജീവിതം, അമിതമായ ജോലി ആവശ്യങ്ങൾ കാരണം വ്യക്തിബന്ധങ്ങള്, ഹോബികള്, ഒഴിവ് സമയങ്ങൾ എല്ലാം ത്യജിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ജോലി, വർക്ക്, കൃത്യമായ നമ്മൾ ടൈം മാനേജ്മെന്റ് ഇല്ല. അത് ഇത്ര സമയം കഴിയുമ്പോൾ വർക്ക് ഒന്ന് മാറി ഫാമിലിയോടൊപ്പം, ഇത്ര സമയം കഴിഞ്ഞിട്ട് ഇന്ന സമയത്ത് നമുക്കൊന്ന് ഔട്ടിങ് പോകണം, ഇന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു സിനിമക്ക് പോകണം, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ഇത്ര സമയം നമ്മൾ എന്താ പറയാ ഡെഡിക്കേറ്റഡ് ടു ഗോഡ്, നമ്മൾ പ്രാർത്ഥിക്കാനും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ നമ്മൾ കൃത്യമായി കണ്ടിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കുറെ മാറ്റങ്ങൾ ഉണ്ടാവും സ്ട്രെസ്സുകളിലൊക്കെ. ഇപ്പോൾ സാറ്റിസ്ഫൈഡ് വർക്കാണോ അല്ലെങ്കിൽ നിങ്ങൾ കുറെ പൈസ ഉള്ള വർക്കാണോ സെലക്ട് ചെയ്യപ്പെടുന്നത്? കുറെ പൈസ ഉള്ള വർക്കാവും, പക്ഷെ ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എല്ലാ ഏരിയയിലും എല്ലാ സ്ഥലത്തും ടെൻഷന്, കാര്യങ്ങൾ, റെസ്പോൺസിബിലിറ്റി. അതാണോ സാറ്റിസ്ഫൈഡ് വർക്കാണെങ്കിൽ, കുറച്ച് സാലറി ആണെങ്കിലും നിങ്ങൾക്ക് അതായിരിക്കില്ലേ സന്തോഷം എന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് സാറ്റിസ്ഫൈഡ് വർക്കിലേക്കല്ലേ പോകേണ്ടത്. അപ്പം വേറൊരു കാര്യം ചിന്തിക്കേണ്ടത്, നിങ്ങളിപ്പോ ഒരു ടാസ്കോ ഒരു വർക്കോ ഫെയിൽ ആവുന്നത് എല്ലാ ആൾക്കാരും എൻ്റെ ജീവിതത്തിന്റെ ഒരു അവസാനമാണ് എന്ന് വരെ ചില നിസ്സാരമായ ചില വർക്കുകളോ മറ്റോ ഫെയിൽ ആകുമ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെപ്പോഴും പറയും ഫെയിലേഴ്സ് എന്താണ്, ചില സക്സസ് സ്റ്റോറീസിന്റെ സ്റ്റാർട്ടിങ് ആണെന്ന് പറയും. പക്ഷെ നമ്മൾ ഒരു സിറ്റുവേഷനിലേക്ക് എത്തുമ്പോൾ നമ്മളത് ഫെയിലിയർ ആവുകയാണെന്ന് കാണുമ്പോഴത്തേനും നമുക്ക് അയ്യോ ഞാൻ എന്തൊക്കെ ചെയ്താണ് ഇവിടെ എത്തിച്ചത്, എന്നിട്ട് ഇപ്പൊ അത് പരാജയപ്പെട്ടു അല്ലെങ്കിൽ ഈ വർക്ക് സക്സസ് ആയില്ല എന്ന് നമ്മൾ പറയും. അങ്ങനെ ചിന്തിക്കാതിരിക്കുക. വി ഹാവ് ലോട്ട് ടു ഡു. അത് ഫെയിൽ ചെയ്യുകയാണെങ്കിൽ വി വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് അനദർ ചോയ്സ്. വേറെ എന്തെങ്കിലും ഒരു ചോയ്സ് ഉണ്ടാകും, അതിന് പരിഹാരം കാണും. ഇൻ ലൈഫ് നോട്ട് ഓൾ വിൽ ഗോ വെൽ. ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുറെ കയറ്റിറക്കങ്ങളും സ്ട്രെയിറ്റ് ലൈൻ അല്ല അല്ലെ. കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇഷ്യൂസ് ഉണ്ടാവും. അത് ജീവിതത്തിന്റെ ഭാഗമാണ്. അപ്പൊ നമുക്കൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അതിപ്പം എല്ലാവർക്കും ഉണ്ടാവുന്നുണ്ടല്ലോ, അത് ജീവിതത്തിന്റെ ലൈഫ് ആണല്ലോ എന്ന രീതിയിൽ പോസിറ്റീവായിട്ട് നോക്കാം. അത് പരിഹരിക്കപ്പെടും, അടുത്ത രീതിയിൽ ഞാൻ നല്ല രീതിക്ക് പോകുമെന്ന് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും, നമുക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നൂല. ഇതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പം അങ്ങനെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഡെയിലി പോകുന്ന റൂട്ടാണ്. ആ റൂട്ടിൽ ഇങ്ങനെ കാർ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ബ്ലോക്ക് വരുന്നു അല്ലെ. ബ്ലോക്ക് വരുമ്പോൾ അങ്ങനെ ഭയങ്കര ആകെ മൈൻഡിന് ടെൻഷൻ ആയിട്ട്
വണ്ടികളൊക്കെ ആകെ ബ്ലോക്ക്. ഇനി എപ്പോ എത്താനാ ഓഫീസിൽ? എന്നിട്ട് ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് വേറെ ദേഷ്യം വരുന്നു, മറ്റുള്ളവരോട് ലേറ്റ് ആയി പോയി, ഒരു പണ്ടാറം ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞ് ആകെ. എന്നിട്ട് അടുത്ത ദിവസം വരുമ്പോൾ വീണ്ടും തന്നെ അയാൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറിയാം നമുക്ക് ആ സ്ഥലത്ത് ബ്ലോക്ക് ഉണ്ടാവുന്നു, അത് സാവകാശ വണ്ടി പോകുള്ളൂ എന്ന് കുറച്ചേരം ഇരിക്കേണ്ടിയിരുന്നു. അങ്ങനെയാണെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്തൂടെ? അത് സാധാരണ നോർമൽ കാര്യമായിട്ട് ആ ബ്ലോക്കിനെ നമ്മൾ കാണുകയാണെങ്കിൽ നമ്മളെ മൈൻഡ് പോസിറ്റീവ് ആയിരിക്കും. നമുക്കത് ഓവർകം ചെയ്തുകൊണ്ട് നമ്മളെ സ്ട്രെസ് ഇല്ലാതെ മനസ്സിനെ കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അതൊക്കെ റിയൽ ലൈഫിൽ നടക്കുന്ന സിറ്റുവേഷൻ ആണ്. ബ്ലോക്ക്, റോഡിന്റെ പ്രശ്നങ്ങൾ, റോഡിന്റെ കുഴി, ഇതൊക്കെ റിയൽ ലൈഫിലുള്ള കാര്യങ്ങളാണ്. അതിനെ ആ രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യുക. നമ്മളുടെ ഒരു സിറ്റുവേഷനിൽ അതൊക്കെ ഉള്ളതാണ്. എല്ലാ രാജ്യങ്ങളിലും വെച്ചാൽ ഉണ്ടാവില്ല, ഓരോ സ്ഥലത്ത് വ്യത്യാസങ്ങളുണ്ടാവും. പിന്നെ ഒരു വർക്ക് ഇരിക്കുന്ന ജോലിക്കാരാണെങ്കിൽ സീറ്റിൽ സ്റ്റക്ക് ആകുന്ന സിറ്റുവേഷൻ ഒഴിവാക്കുക. എല്ലാവരും പെർഫെക്റ്റ് അല്ല. നമ്മളപ്പോ ഫോഴ്സ്ഫുൾ ബ്രേക്ക് എടുക്കുക. ചിലപ്പം പകുതി വെച്ചിട്ടുണ്ടാവുള്ളൂ ഒരു ടാസ്ക്, എങ്കിലും ഭക്ഷണം കഴിക്കണ നേരത്തെ ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കേണ്ട നേരത്തെ വെള്ളം കുടിക്കണം, സംസാരിക്കേണ്ട നേരത്തെ ആളുകൾ സംസാരിക്കണം, ബാത്റൂം യൂസ് ചെയ്യേണ്ട സമയത്ത് യൂസ് ചെയ്യണം. ഇതെല്ലാം വേണം. അപ്പൊ ഇതൊക്കെ നമ്മൾ അതിൽ ചാർട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ, നമ്മൾ ലൈഫിലൊരു ഓർഗനൈസ് ചെയ്ത് പോവുകയാണെങ്കിൽ, ഇതെല്ലാം വരുമ്പോഴത്തേന് കുറെ ആ ടെൻഷൻ കാര്യങ്ങളൊക്കെ പോയി കുറച്ചൊരു റിലാക്സേഷൻ ഒക്കെ വരും. നമുക്ക് മനസ്സിലേക്ക് കുറച്ചൊരു എനർജിയും, അല്ലെങ്കിൽ നമുക്ക് കുറച്ചൊരു ഫുഡൊക്കെ വരുമ്പോഴത്തേന് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ മാറും. അപ്പൊ സ്റ്റക്ക് ആയിരിക്കുന്ന സിറ്റുവേഷൻ മാറ്റിയിട്ട് ഓർഗനൈസ്ഡ് ആവുക, കൃത്യമായി ഫോഴ്സ്ഫുള്ളായി ബ്രേക്ക് ചെയ്യുക. 1:30-2 മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് സ്റ്റോപ്പ് ചെയ്യുക, ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുക, എന്നിട്ട് വീണ്ടും വരിക. അത് കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഫിനിഷ് ചെയ്യാത്ത വർക്ക് ഉണ്ടാവാം, അത് വന്നിട്ട് ഫിനിഷ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് ഈ ഒരു നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കീപ്പ് ഇൻ മൈൻഡ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കുക. മനസ്സിൽ എന്താണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്? നെഗറ്റീവ് തോട്ട്സിനെ ഒഴിവാക്കുക. അതായത് നമ്മളിങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ നമ്മളെ സുഹൃത്ത് ഇങ്ങനെ ഇങ്ങോട്ട് വന്നു, മൈൻഡ് ചെയ്യാതെ പോയി. 3 രീതിയിലാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. ഫസ്റ്റ് ഒരാൾക്കാർ എക്സ് എന്ന് പറഞ്ഞ ആള് ആണെന്ന് വിചാരിക്കുക. അയാൾ ചിന്തിച്ചത് അവന് സമയമില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അതായിരിക്കും. രണ്ടാമത്തെ ആള് ചിന്തിക്കുന്നത് എന്താ, എന്നെ അല്ലെങ്കിലും ആർക്കും വലിയ കാര്യമില്ല, എന്നെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, എനിക്കതിന് മാത്രം വലിയ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. മറ്റേ ആള് ചിന്തിക്കുന്ന എന്താണ്, അവന് കുറച്ച് അഹങ്കാരം കൂടുതലാണ്, അവനിപ്പം നമ്മള് ഒന്നും വേണ്ട, നമ്മളെ കൊണ്ടൊന്നും ഉപകാരമില്ല എന്ന് തോന്നി, എന്താ അറിയില്ല, അവൻ വേറെ മൈൻഡ് ചെയ്യാതെ പോവാണ്, അവൻ അങ്ങനെ ഒരു സ്വഭാവമാണ്. അങ്ങനെ 3 രീതിയിലാണ് ചിന്തിക്കുന്നത്. അപ്പൊ പല ഇതിലെ തോട്ട്സുകൾ നമ്മളെ പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള തോട്ട്സുകൾ വരുമ്പോൾ നമുക്കത് സ്ട്രെസ് കൂട്ടും. പിന്നെ അസംഷൻസ് ആണ്. അവൻ അത് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്, അവൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്. കമ്പനിയിൽ കുറെ പേര് വർക്ക് ചെയ്യുന്നുണ്ടാവുമല്ലോ, ചിലപ്പോൾ അയാൾ അറിയാതെ സംഭവിച്ചായിരിക്കാം, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചെയ്താൽ പോലും. അപ്പൊ നമ്മളിങ്ങനെ ചിന്തിക്കാണ്, അവൻ ഇതുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്തത്, അവൻ ഇങ്ങനെ ആയതുകൊണ്ടാവും നമ്മളോട് ഇങ്ങനെ ചെയ്തത്, അവൻ ഈ ഒരു കേസ് വന്നിട്ടാണ് നമ്മളോട് ഇങ്ങനെ ചെയ്തത്, അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അത് നമുക്ക് യാതൊരു രീതിയിലും നമുക്ക് യൂസ്ഫുൾ ആവില്ല. നമ്മളെ കൂടുതൽ മനസ്സിനത് ടെൻഷൻ കൂട്ടുള്ളൂ, നമുക്ക് ഒരിക്കലും അത് യൂസ്ഫുൾ ആവില്ല. അതുപോലെ തന്നെ സെൽഫ് ലവ്, ഗ്രാറ്റിറ്റ്യൂഡ് ടു യു ആൻഡ് അതേഴ്സ്. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക, ഒരു ജേണല്. നമ്മളിങ്ങനെ താങ്ക് യു, ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റു, താങ്ക് ഗോഡ് നമുക്ക് ഒരു ലൈഫ് ഒരു ദിവസം കൂട്ടി തന്നു, നമുക്ക് നല്ലൊരു ടേസ്റ്റിലെ ഫുഡ് ഉണ്ടാക്കി തന്നു, വൈഫിന് താങ്ക്സ് പറയാം. അങ്ങനെ അങ്ങനെ നമ്മൾ ഓരോ സ്റ്റെപ്പിൽ നമ്മൾ താങ്ക്സ് പറയുന്ന ഒരു ഡയറി എഴുതി വെക്കും. മൈൻഡ് ഭയങ്കര പോസിറ്റീവ് ആവും. അതൊന്ന് വായിച്ചു വെക്കും വൈകുന്നേരം. എത്ര ആളുകൾ ഇന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തു, എത്ര ആൾക്കാരോട് നമുക്ക് നന്ദിയുണ്ട്. അപ്പൊ നെഗറ്റീവ് തോട്ട്സ് കുറെ കുറയും. കാരണം പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ വരുമ്പോഴത്തേന് നെഗറ്റീവിന്റെ കാര്യങ്ങൾ ഒന്ന് ഹൈഡായിട്ട് പോകും. ഇനി ഈഫ് ഓവർലോഡ് ആണെങ്കിൽ നമ്മൾ മാനേജറോട് പറയാ, ഇത് ഇത്ര വർക്കാണ് എനിക്ക് ഇന്ന് എടുക്കാൻ പറ്റുള്ളൂ, നാളത്തേക്ക് മാറ്റാം എന്ന്. ചില ആൾക്കാർക്ക് പറയാൻ പേടിയാണ്, കാരണം ഇയാൾ എന്താ പറയാ, അല്ലെങ്കിൽ മടിയാണ്, ഇവൻ അതൊന്നും വെയ്യൂലേ. അപ്പം പറ്റില്ലെങ്കിൽ നമ്മളത് നോ എന്ന് വളരെ നല്ല രീതിയിൽ പറയാനുള്ള ഒരു കഴിവ്, അസർട്ടീവ്നെസ് സ്കില്ല് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ തരുന്നതെല്ലാം വാങ്ങിക്കൂട്ടുക, എന്നിട്ട് അവസാനം ചെയ്യാനും പറ്റൂല. പിന്നെ ഒരു വർക്ക് ചെയ്യുമ്പോൾ മറ്റുള്ളതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അത് തീരെയും പാടില്ല. അത് നമുക്ക് അടുത്ത സെഷനിൽ വരാം. അതുപോലെ അങ്ങനെ നമ്മൾ ഒരു നല്ല രീതിയിലേക്ക് പോകുമ്പോൾ കുറെയൊക്കെ ഇഷ്യൂസ് മാറി. പിന്നെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ മനസ്സിൽ കൊണ്ട് നടക്കാതെ നമ്മൾ ഡിസ്കസ് ചെയ്യുക. സുഹൃത്തുക്കള്, ഫ്രണ്ട്സ്, കൊളീഗ്സ് ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ ചില ഇൻപുട്ടുകളൊക്കെ, നല്ല ഇൻപുട്ടുകളൊക്കെ തരും. നീ ഇങ്ങനെ നോക്ക്, അങ്ങനെ നോക്ക് എന്നൊക്കെ പറയും.
അതിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മളൊന്ന് സംസാരിച്ച സമാധാനം. ചില ആൾക്കാർ സൈക്കോളജിസ്റ്റിനോട് വന്നിട്ട് അവരവരുടെ കഥകളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേന് അവർക്ക് സമാധാനം, അതിന് മാത്രം വരുന്ന ആൾക്കാരുണ്ട്. അത് കേൾക്കാൻ ആളില്ലാത്ത ആളുകളുണ്ട്, ഒറ്റപ്പെട്ട ആളുകളുണ്ട്. അപ്പം നിങ്ങൾ സംസാരിക്കുക, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ അങ്ങോട്ടേക്ക് പറയുക. എല്ലാ ആൾക്കാരോടും മാനേജറോടും ഒക്കെ നമ്മൾ പ്രശ്നങ്ങൾ സംസാരിക്കുക. അപ്പൊ ഒരു വഴി കാണിച്ചു തരും. നല്ല രീതിയിൽ സംസാരിക്കാം. പാസ്റ്റ് ആയിട്ടുള്ള കഴിഞ്ഞു പോയ കാര്യങ്ങൾ, പണ്ട് പരാജയപ്പെട്ടത്, അല്ലെങ്കിൽ പണ്ട് ഇയാൾ ദേഷ്യപ്പെട്ടത്, ഇന്നലെ ഈ കാര്യം തോറ്റുപോയത്, ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഇന്ന്. അങ്ങനെയല്ല, അത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇന്ന് എങ്ങനെ പോസിറ്റീവായിട്ട്, ഇന്ന് എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് നമുക്കൊരു കാര്യം ഡെലിവർ ചെയ്യാം, അതിനെക്കുറിച്ച് ചിന്തിക്കുക, അതിലേക്ക് പോവുക. എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുക. അപ്പൊ അതിന് പരിഹാരങ്ങൾ പല സ്ഥലത്തു നിന്നായിട്ട് കിട്ടും. ഇത് മനസ്സിൽ കൊണ്ടുവച്ച് നടക്കുന്നതോടും ഇതിന്റെ ഡോസ് കൂടി കൂടി ഭയങ്കരമായ പ്രശ്നങ്ങൾ, ചില സൂയിസൈഡൽ ഐഡിയേഷൻ വരെ ആളുകളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പം എന്തെങ്കിലും ഇങ്ങനെ ലക്ഷണം തോന്നിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ കൺസൾട്ട് ചെയ്യുക, നിങ്ങൾ സംസാരിക്കുക. അത് ഞാൻ ആദ്യമേ പറഞ്ഞു വരുന്ന കാര്യമാണ്. ഞാൻ ആദ്യം സൊല്യൂഷൻ പറഞ്ഞാൽ കീപ് യുവർ സെൽഫ് ഓർഗനൈസ്ഡ് ആൻഡ് പ്രാക്ടീസ് ടൈം മാനേജ്മെന്റ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്ലാനിങ് ആണ്. ഒരു ദിവസം എന്തൊക്കെ ചെയ്യണം അത് ഓർഗനൈസ് ചെയ്യുക. വലിയ ടാസ്കിനെ ചെറുതാക്കുക. കുറെ വലിയ ടാസ്ക് വന്നിട്ടായിരിക്കും പറയുന്നത്, അതിലെന്തൊക്കെ സബ് ടാസ്ക് ഉണ്ട് നോക്കുക, അതിന് ചെറുതാക്കുക. ആദ്യം ഇത് ചെയ്യുക, അത് സക്സസ്ഫുൾ ആയി ടിക്ക് ഇടുക. അപ്പൊ തന്നെ മനസ്സിൽ പോസിറ്റിവിറ്റിയാണ്. ഇത്ര കഴിഞ്ഞല്ലോ, ഇനി ഇത്രല്ലേ ഉള്ളൂ എന്ന് നമുക്ക് ആ ലിസ്റ്റ് നോക്കുമ്പോൾ തന്നെ മനസ്സിൽ കാണാൻ പറ്റും. അത് നമ്മളെ കൂടുതൽ സ്ട്രെസ് കുറച്ചുകൊണ്ട് നമുക്കൊരു സമാധാനം തരും മനസ്സിന്, ഇത്രയും കഴിഞ്ഞല്ലോ എന്നുള്ളത്. പിന്നെ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നതും ഒഴിവാക്കുക. മൾട്ടി ടാസ്കിംഗ് എന്ന് പറഞ്ഞ സംഭവം ശരിക്കും പറഞ്ഞാൽ നമുക്കില്ല. നമ്മൾ മൾട്ടി ടാസ്കിങ് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഉള്ള സാധനത്തിൽ നമ്മൾ പെർഫെക്റ്റ് ആവില്ല. ഏതെങ്കിലും കുറച്ച് സാധനത്തിൽ മാത്രമേ പെർഫെക്റ്റ് ആവുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ചെയ്യുമ്പോൾ അത് പ്രോപ്പറായിട്ട് ചെയ്യുക, അതിനെ ക്വാളിറ്റിയോട് കൂടി ചെയ്യുക, എന്നിട്ട് മറ്റേതിനെ കുറിച്ച് ചിന്തിക്കുക. ഒന്ന് ചെയ്യുമ്പോൾ മറ്റേത് ചിന്തിച്ചുകൊണ്ടിരിക്കരുത്, അല്ലെ? ഇപ്പൊ വേറെ എന്തെങ്കിലും ഒരു ഇപ്പൊ അക്കൗണ്ടന്റ് ആണ്, അയാൾ ഇങ്ങനെ ഒരു ബാലൻസ് ഷീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിനിപ്പോ ഇനി ബാങ്കിൽ പോകണല്ലോ, അല്ലെങ്കിൽ ചെക്ക് ക്ലിയർ ചെയ്യണല്ലോ, അത് ആലോചിച്ചുകൊണ്ടിരിക്കണ്ട. ഇപ്പൊ അക്കൗണ്ടിങ് പ്രോപ്പർ ആക്കുക. ഓക്കെ, ദെൻ അത് കഴിഞ്ഞു ടിക്ക് ഇട്ടു, അതിനെ അടുത്ത ശേഷം എന്താണ്, ചെക്ക് ക്ലിയർ ആക്കാൻ വേണ്ടി പോകണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇറ്റ് മൈ ടേൺ കൗണ്ടർ പ്രൊഡക്റ്റീവ് ആൻഡ് കോസ് അൺനെസസറി സ്ട്രെസ്. ഒന്ന് ചെയ്യുമ്പോൾ അതിൽ ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സ്ട്രെസ് വരും. അൺറീസണബിൾ ഡിമാൻഡ് ആരെങ്കിലും നമ്മളിൽ പറയുകയാണെങ്കിൽ, ഓക്കെ, നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം പറയുകയാണെങ്കിൽ നോ പറയാൻ പഠിക്കുക. നോ, അങ്ങനെ, അതായത് ഇപ്പൊ ഇന്ന് പറ്റില്ല, നാളത്തേക്ക് നോക്കാം, അല്ലെങ്കിൽ ലോഡ് കൂടുതലാണ്, അടുത്ത ദിവസത്തേക്ക് നോക്കാം. ഇനി നമ്മൾ ഒരു കമ്പനി നമുക്ക് പ്രശ്നമാണെന്ന് അറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഫിറ്റ് അല്ല എന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുക. ആ കമ്പനിയെ കുറിച്ച് ഇങ്ങനെ നെഗറ്റീവ് എല്ലായിടത്തും പറഞ്ഞുകൊണ്ട് നടക്കും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നതൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. എന്നിട്ട് അവിടെ തന്നെ നിൽക്കുക, സാറ്റിസ്ഫൈഡ് അല്ലാതെ നിൽക്കുക. അത് വേണ്ട. നമ്മൾ എന്ത് ചെയ്യുക, ധൈര്യപ്പെടുക. ഒന്ന് ക്വിറ്റ് ചെയ്യാൻ ധൈര്യപ്പെടുക, അല്ലെങ്കിൽ സന്തോഷത്തോടെ സ്വീകരിക്കുക. രണ്ടും അല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നവർക്ക് സ്ട്രെസ് കൂടുതലായിരിക്കും. ആ സ്ട്രെസ് ഉണ്ടെങ്കിൽ അവിടുന്ന് ക്വിറ്റ് ചെയ്യുക. ക്വിറ്റ് ചെയ്തിട്ട് നമ്മൾ ധൈര്യത്തോടെ അടുത്ത ജോബിലേക്ക് നോക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ആക്സെപ്റ്റ് ചെയ്ത് സന്തോഷത്തോടെ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. മിഡിൽ മാൻ ആണെങ്കിൽ എപ്പോഴും പ്രശ്നങ്ങളാണ്. പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ഉൾപ്പെടുത്തുക ലൈഫിൽ. എക്സസൈസ്, യോഗ, അതുപോലെ തന്നെ നമുക്ക് കുറച്ച് എന്താ പറയാ ഔട്ടിങ് പോലത്തെ കാര്യങ്ങളും, ഫാമിലി ടൈമും, ഫാമിലി ഔട്ടിങ്ങും, ഫാമിലി കൊളീഗ്സ്, ഫ്രണ്ട്സ് ആയിട്ടൊക്കെ നമ്മൾ എന്താ പറയാ സമയം കണ്ടെത്തുക. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ റിലാക്സേഷൻ ഹോർമോൺസ് കൂടുതൽ വരുമ്പോൾ സ്ട്രെസ് ഹോർമോൺസിന്റെ അളവ് കുറക്കാൻ പറ്റും. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യോഗയാണെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ആണെങ്കിലും റിലാക്സേഷൻ ഹോർമോൺസ് ആണ് അതിൽ കൂടുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രെസ് ഹോർമോൺസ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ട്രെസ് കുറയും. ഇനി മൈൻഡ്ഫുൾനെസ് ആൻഡ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ മാത്രം ശ്രദ്ധിക്കുക, ബാക്കിയുള്ള ഫോക്കസ് എല്ലാം ഒഴിവാക്കിക്കൊണ്ട് അത് പെർഫെക്റ്റ് ആക്കിയിട്ട് അടുത്ത ടാസ്ക് എടുക്കുക. അപ്പൊ അതിന് മൈൻഡ്ഫുൾനെസ് ആയിട്ടുള്ള എക്സർസൈസുകൾ, ബ്രെയിൻ ക്ലീനപ്പ്, അതുപോലെ തന്നെ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇതൊക്കെ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും റിലീജിയസ് ആയ ആക്ടിവിറ്റി ആണെന്നാണ്. അതല്ല, ഇത്തരം കാര്യങ്ങൾക്ക് ബ്രെയിനിൽ പോസിറ്റീവ് ആയിട്ടുള്ള മ്യൂസിക്കുകളോ, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളോ, പോസിറ്റീവ് ആയിട്ടുള്ള എൻവയോൺമെന്റിലൊക്കെ ഇരുന്നു കൊണ്ട് ബ്രെയിനിൽ കുറച്ച് നേരം നമ്മൾ ഫോക്കസ് ഒരു കാര്യത്തിൽ ചെയ്തൊക്കെ ഇരിക്കുമ്പോൾ റിലാക്സേഷൻ ഹോർമോൺസുകൾ കൂട്ടുകയും, അപ്പൊ ചിലപ്പോൾ സ്ട്രെസ് ഹോർമോൺ ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ അത് കില്ല് ചെയ്ത് ഒന്ന് റെഡിയാക്കും, ബ്രെയിനൊക്കെ ഒന്ന് റെഡിയാക്കും. പിന്നെ ഫിസിക്കൽ എക്സസൈസ് ചെയ്യുമ്പോൾ ബ്ലഡ് ഫ്ലോ ഒക്കെ ഒന്ന് വരുമ്പോൾ അതും നമ്മളെ റിലാക്സേഷനിലേക്ക് കൊണ്ടുപോകും. പിന്നെ സ്പിരിച്വാലിറ്റി, കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുക ദൈവമായിട്ട്, അല്ലെങ്കിൽ ഏതാണ് നമ്മളെ എന്താ പറയാ
നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു എന്താ പറയാ സൂപ്പർ പവർ അവരോട് നമ്മൾ സംസാരിക്കാനും പ്രാർത്ഥിക്കുവാനും അതിലുള്ള സമയങ്ങൾ കണ്ടെത്തുമ്പോഴും മനസ്സമാധാനം കിട്ടും. നമ്മളെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫിറ്റ് ചെയ്യാം. അങ്ങനെ ഒരുപാട് റിലാക്സേഷൻ മെത്തേഡുകളുണ്ട്. നമ്മൾ ഹിപ്നോട്ടിസത്തിൽ റിലാക്സേഷൻ ഉണ്ട്. ഇതൊക്കെ വേറെ ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിലൊരെണ്ണമാണ് പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ എന്ന് പറയുന്ന റിലാക്സേഷൻ ഒക്കെ ഉണ്ട്. നമ്മൾ എന്തെങ്കിലും ടെൻഷനോ ശരീരത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ അതിനൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വരും. ചിലർക്കൊന്നും എന്താ പറയാ ഇതെന്തോ ഒരു കാര്യമായിട്ട് എടുക്കാത്ത രീതിയിലാണ് പോകുന്നത്. അപ്പം ഇതിനൊക്കെ ഭയങ്കര സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസുകൾ ഉണ്ട്, ഇതിനൊക്കെ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ സ്ട്രെസ്സുകളിൽ നിന്നൊക്കെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ നെഗറ്റീവായിട്ട് ആളുകളെ ഒറ്റപ്പെടുത്തുന്ന ആളുകൾ കമ്പനികൾ ഉണ്ടാവാം, നമ്മളെ വേറെ കാര്യങ്ങൾക്ക് നിർബന്ധിക്കുന്നത് ഉണ്ടാവാം. അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ പോസിറ്റീവായ കാര്യങ്ങളോട് മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മളെ മൈൻഡിനെ ആ ഒരു രീതിയിലേക്ക് ക്ലിയർ ചെയ്യുക. നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കൂട്ടുകെട്ടോ ഒരു അപ്രോച്ചസോ വരുമ്പോൾ അവിടുന്ന് പരമാവധി സ്കിപ്പ് ചെയ്യാൻ ശ്രമിക്കുക കാര്യങ്ങൾ. നമ്മൾ നല്ല രീതിയിൽ നമ്മളെ പെർഫോമൻസ് കാഴ്ചവെക്കാൻ ശ്രമിക്കുക. അപ്പം അതിലൂടെ കൂടുതലായിട്ട് നമുക്ക് സ്ട്രെസ്ഫുൾ ആയ സിറ്റുവേഷനുകൾ ഒഴിവാക്കുകയും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലൂടെ നിങ്ങളെ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരുന്നതിലൂടെ ഒരു പരിധി വരെ സ്ട്രെസ്സുകൾ മാറ്റാനും. ഇനി എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ കൃത്യമായി നിങ്ങൾ കൺസൾട്ട് ചെയ്യുക. നമ്മൾ ആൾക്കാർ വിചാരിച്ചിരിക്കുന്ന ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഞാൻ രോഗിയാണ്, അതായത് എനിക്ക് അങ്ങനത്തെ മാത്രമേ ഇതൊക്കെ പറ്റുള്ളൂ എന്നാണ്. അതൊന്നല്ല, നമ്മുടെ മനസ്സിനൊരു സമാധാനം കിട്ടാൻ വേണ്ടി നമ്മൾ സംസാരിക്കുക. ഞാൻ വരെ സംസാരിക്കാറുണ്ട്. ചിലപ്പോൾ മനസ്സിന് പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ വേറൊരാളോട് സംസാരിക്കേണ്ടി വരും. ഞാൻ അങ്ങനെ സംസാരിക്കാറുണ്ട്. അപ്പം അതിനും സമയം കണ്ടെത്തുക. അങ്ങനെ ഒരു മാർഗം, ഒരു വഴി പറഞ്ഞു തരുന്നത് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് ഇതൊക്കെ വേസ്റ്റ് ആയിട്ട് അവസാനം എന്തൊക്കെയോ പ്രശ്നങ്ങളാവും, ഫിസിക്കൽ പ്രശ്നങ്ങളും എല്ലാം മെന്റലി ഇഷ്യൂസും സൂയിസൈഡൽ ഐഡിയേഷനും എല്ലാം ആയി മാറുന്നത് വെച്ചുകൊണ്ട് നടന്നിട്ടാണ്. അതിനൊക്കെ ഒന്ന് ഫ്രെയിം ചെയ്ത് ശരിയാക്കി എടുത്തു കഴിഞ്ഞാൽ, കൃത്യമായ മാർഗങ്ങൾ ഓർഗനൈസ് ചെയ്ത് പറഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം സോൾവ് ആകുന്നതായിരിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, ഈ സെഷൻ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും താങ്ക് യു. ഈ സെഷൻ കേട്ടതിന് നന്ദി. താങ്ക് യു.